BJP നേതാവ് സന്ദീപ് വാര്യർ ചേരുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, നമ്മൾ കണ്ടതാണ് ഈ ഗവർണർക്ക് നേരെയുള്ള SFIയുടെ പ്രതിഷേധമൊക്കെ തന്നെ. അതൊക്കെ തന്നെ കണ്ണടയ്ക്കുകയായിരുന്നു പോലീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? രാജ്യത്തെ പ്രോട്ടോകോൾ സംവിധാനത്തിൽ രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ് ഗവർണർ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഗവർണറുടെ സുരക്ഷ, പ്രോട്ടോകോൾ എന്നിവ പരമപ്രധാനമാണ്. സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിക്ക് തുല്യമോ അതിലുപരിയോ ആയിട്ടുള്ള സംരക്ഷണം ഗവർണർക്ക് കൊടുക്കാനുള്ള ബാധ്യത അതത് സംസ്ഥാനങ്ങൾക്കുണ്ട്. അതിൽ വീഴ്ച വരുന്ന പക്ഷം തീർച്ചയായിട്ടും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് അത്യാവശ്യമാണ്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാന സർക്കാരുകൾക്ക് ഗവർണറുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ ഗവർണറുടെ ജീവനും സുരക്ഷിതത്വത്തിനും അപകടം സംഭവിക്കാവുന്ന രീതിയിലേക്ക് സുരക്ഷാ സംവിധാനങ്ങളിൽ പാളിച്ച ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു രാജ്യത്തിന് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കുക? ഇപ്പൊ ഇത് ഈ സംസ്ഥാനത്തെ മാത്രം പ്രശ്നമല്ലല്ലോ. മറ്റു പല സംസ്ഥാനങ്ങളിലും, നേരത്തെ ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും അടക്കം ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുകളുമായി ഗവർണർമാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അവരുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ബോധ്യപ്പെടുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിക്കാനും വേണ്ടി വന്നാൽ നടപടിയെടുക്കാനുമുള്ള തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിലുണ്ട്. അത് അവർ നിറവേറ്റുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാർ നമ്മുടെ ഗവർണർക്ക് സംരക്ഷണം കൊടുക്കേണ്ട കാര്യത്തിൽ പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഗവർണർ എന്നുള്ള നിലയ്ക്ക്, ഭരണഘടനാ തലവൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ അവഹേളിക്കുന്ന രീതിയിലേക്ക് ഇവിടെ ചില കാര്യങ്ങൾ പോയപ്പോ അതിനെ തടയാനുള്ള പരിശ്രമം പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മുഖ്യമന്ത്രി വരുന്ന ഒരു പരിപാടിയുടെ 7 അയലത്ത് പോലും കറുത്ത ഒരു വസ്തു പോലും പ്രവേശിപ്പിക്കാത്ത കേരളത്തിലെ പോലീസ് സംവിധാനം, ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന് 30 മീറ്ററും 50 മീറ്ററും അടുത്ത് കറുത്ത ബാനറുകൾ ഒന്നിൽ കൂടുതൽ പ്രദർശിപ്പിക്കാനും അത് ആ പ്രദേശം സമരഭൂമിയാക്കാനും അനുവദിച്ചു എന്നുള്ളത് എത്ര ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. രാജ്യത്തിന്റെ പ്രോട്ടോകോളിൽ 4ാമത് നിൽക്കുന്ന ഗവർണറെ ആക്രമിക്കാൻ വരെ തയ്യാറായി വരുന്ന ഒരു ഗുണ്ടാപ്പടയെ ഗവർണർ താമസിക്കുന്നതിന്റെ 30 മീറ്ററും 50 മീറ്ററും ദൂരത്തേക്ക് മണിക്കൂറുകളോളം അവിടെ അദ്ദേഹത്തെ ബന്ദിയാക്കിയിടാൻ വരെയുള്ള രീതിയിലേക്ക് സമരത്തെ കൊണ്ടുപോകാൻ വേണ്ടി പോലീസ് സംവിധാനം അനുവദിക്കുകയാണ്. പോലീസ് അനുവദിച്ചത് കൊണ്ടും പോലീസ് സഹകരിച്ചത് കൊണ്ടുമാണ് ഈ ഗുണ്ടകൾക്ക് SFIയുടെ ബാനറിൽ അവിടെ കടന്നു ചെല്ലാൻ സാധിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് എന്താ അത്ര മോശമാണോ? ഇത്തരത്തിലുള്ള സാഹചര്യത്തെ നേരിടാൻ കഴിയാത്തവരാണോ? അല്ലല്ലോ. അപ്പോൾ ഇത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള സുരക്ഷിതത്വത്തിലുള്ള പ്രോട്ടോകോളിലുള്ള വീഴ്ചയാണ്. ഗവർണർ ധൈര്യശാലി ആയതുകൊണ്ടും അദ്ദേഹം ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളെ നേരിട്ട് പരിണതപ്രജ്ഞയായിട്ടുള്ള ഒരു നേതാവായതുകൊണ്ടും അദ്ദേഹം ഇക്കാര്യങ്ങളെ വളരെ ധൈര്യത്തോടു കൂടി സമീപിച്ചു. ഇത്തരം ഗുണ്ടായുസത്തിന് മുന്നിൽ കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം നിന്നു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ മറുവശത്ത് നമ്മുടെ രാജ്യം ഗവർണർമാർക്ക് കൊടുക്കേണ്ട സുരക്ഷിതത്വത്തിൽ സംസ്ഥാന സർക്കാരുകൾ വീഴ്ച വരുത്തിയാൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് ഇടപെടാം. ആ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മുടെ നാടിന് അപമാനകരമാണ്. നമ്മുടെ സംസ്ഥാനത്ത് വന്ന ഒരു ഗവർണർക്ക് നേരെ നമുക്ക് നേരത്തെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിക്കന്ദർ ഭക്ത് എന്ന് പറയുന്ന BJP നേതാവായിരുന്ന അദ്ദേഹം നേരത്തെ ഇവിടെ ഗവർണറായി വന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ചികിത്സയിൽ വലിയ പിഴവ് വരുത്തി എന്നൊരു ആക്ഷേപം നേരത്തെ കേരളത്തിന് നേരെ ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് അത് കലാശിക്കുകയാണ് ഉണ്ടായത്. കേരളത്തിന്റെ ഗവർണറായ വ്യക്തിക്ക് ചികിത്സ കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെടുകയും ഗവർണർ മരണപ്പെടുകയും ചെയ്തൊരു സാഹചര്യം മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. അതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് കേരളത്തിന്റെ ഉദാസീന മനോഭാവം, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ശത്രുതാപരമായ സമീപനം കാരണം ഗവർണറുടെ സുരക്ഷിതത്വത്തിൽ പോരായ്മകൾ സംഭവിക്കുന്നത്, പിഴവുകൾ ഉണ്ടാക്കുന്നത്, പോലീസ് അദ്ദേഹത്തിന്റെ റൂട്ട് പോലും ചോർത്തി കൊടുക്കുന്നതൊക്കെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരിക്കലും ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അനുവദിക്കാൻ സാധിക്കാത്തതാണ്. ഇവിടെ നിയമവാഴ്ചയുണ്ട്, ഇവിടെ രാജ്യത്ത് പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോളും നിയമവാഴ്ചയും സംസ്ഥാന സർക്കാരിന് ബാധകമല്ല എന്നാണോ? ഇവിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നാട്ടിലെ മുഴുവൻ പോലീസ് സംവിധാനത്തെയും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ബന്ദിയാക്കിക്കൊണ്ടല്ലേ ഈ മുഖ്യമന്ത്രിയുടെ യാത്ര കടന്നു പോകുന്നത്? മറുവശത്ത് 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊല്ലുന്ന സമയത്തും ആ പ്രതിയെ പോലും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പോലീസിന്റെ കുറ്റകരമായ അനാസ്ഥ കൊണ്ട് പ്രതി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഇവിടെ പോലീസിന്റെ ഒരു ഇരട്ടത്താപ്പ് കൂടെ തന്നെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ച് വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ചതിന്.